ഹലോ, നമുക്കിന്നൊരു തലക്കറി ഉണ്ടാക്കിയാലോ? കേരമീൻ കൊണ്ടുള്ള നല്ല അടിപൊളി തലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ? നല്ല തൃശ്ശൂർ സ്റ്റൈലിലുള്ള കറിയാട്ടോ. ഇതാ നമ്മൾ മീൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. നല്ലോണം വൃത്തിയാക്കണം കേട്ടോ. അത്താഴത്തിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മളിതാ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ നല്ലത്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ഉലുവയും വേപ്പലയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ 3-4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മൂപ്പിക്കണം. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി പേസ്റ്റ്. നമ്മൾ നേരത്തെ വെളുത്തുള്ളി ചേർത്ത കാരണം പിന്നെ ഇനി വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇഞ്ചി മാത്രം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അത്താഴത്തിന് ബെസ്റ്റാണ് ഈ കറി. അതിൻ്റെ ചാറും കഷ്ണമൊക്കെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലോണം ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഞാൻ തക്കാളി ചേർക്കണില്ല കേട്ടോ. ഞാൻ തലക്കറി വയ്ക്കുമ്പോൾ തക്കാളി ചേർക്കൽ കുറവാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതൊരു പുളിപ്പ് വേറെ ഉണ്ട്. നമ്മൾ പുളി ഇടുന്നതാണല്ലോ, അതുകൊണ്ട് നമ്മൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ മീൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാട്ടോ. എന്താ ചാടിപ്പോയി കുറച്ച്, അതിലും കുഴപ്പമില്ല. നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറു ചൂടുവെള്ളം അഞ്ചാൽ നല്ലതാണ് കേട്ടോ. അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണുണ്ട്. പിന്നെ ഇതാ 2 പീസ് കുടംപുളി, നല്ല പുളിയുള്ളതാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ 2 പുളി എടുത്തത്. അത് കുറച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ എടുത്ത് മാറ്റും ചെയ്യും, അത്രക്ക് പുളിയാണ്. അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മസാല പിടിക്കണം. അങ്ങനെ ആ മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.